പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചില റൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ ആബ്സെൻസിൽ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട റൂൾസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. രണ്ടോ അതിലധികമോ ആളുകൾ കൂടിയിട്ട് തുടങ്ങുന്ന ബിസിനസ്സാണ് പാർട്ണർഷിപ്പ്. അപ്പോൾ അവിടെ ഓരോരുത്തർക്കും പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടി വരും. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസ്, അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാവുന്ന മാക്സിമം ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷൻ വരുന്നത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എല്ലാ പാർട്ണേഴ്സും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ആദ്യത്തെ ട്രാൻസാക്ഷൻ. പിന്നെ വരാവുന്ന ഒരു ട്രാൻസാക്ഷനാണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ബിസിനസ് തുടങ്ങിയതിന് ശേഷം വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത്, മൂലധനം വീണ്ടും ആവശ്യമായി വരുന്ന സമയത്ത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ട്രാൻസാക്ഷനാണ്. ദെൻ മറ്റൊരു ട്രാൻസാക്ഷനാണ് ഡ്രോയിങ്സ്. രണ്ട് തരം ഡ്രോയിങ്സ് ഉണ്ട്. കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ പാർട്ണേഴ്സിന് വേണമെങ്കിൽ അത്യാവശ്യ സമയങ്ങളിൽ വിഡ്രോ ചെയ്യാം. ഇറ്റ് ഈസ് കാൾഡ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ദെൻ നോർമൽ ഡ്രോയിങ്സ് ഉണ്ട്. നോർമൽ ഡ്രോയിങ്സ് മീൻസ് ഡ്രോയിങ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ വർഷവും ബിസിനസ്സിൽ നിന്ന് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യുന്ന ഡ്രോയിങ്സ് ഉണ്ട്. ഏത് ഡ്രോയിങ്സ് ആണെങ്കിലും അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ട്രാൻസാക്ഷനാണ്. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലെ ഫൈനൽ അക്കൗണ്ടുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിനോട് കൂടെ നമ്മൾ കൂട്ടി എഴുതി. അതുപോലെ തന്നെ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ക്യാപിറ്റലിനോട് കൂടെ അത് കൂട്ടി എഴുതേണ്ടി വരും. ദെൻ ഷെയർ ഓഫ് ലോസ്. പാർട്ണർഷിപ്പ് ഫേമിൽ ലോസ് ആണ് വരുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും കുറച്ച് എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഷെയർ ഓഫ് ലോസ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു പാർട്ണർഷിപ്പ് ഫേം അതിലെ പാർട്ണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റമാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ദ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബിസിനസ് ഓൺ ദ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദി പാർട്ണേഴ്സ്. ഒരു ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ള ഡ്രോയിങ്സിന്റെ മുകളിൽ പാർട്ണർഷിപ്പ് ഫേം ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിനാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ സാലറി ഓർ കമ്മീഷൻ പേയബിൾ. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് വർക്കിംഗ് പാർട്ണേഴ്സിന് സാലറി അല്ലെങ്കിൽ കമ്മീഷൻ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പം ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാവുന്നത്. ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. രണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ദെൻ നാലാമത്തെ പോയിന്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ആറാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ലാസ്റ്റ് പോയിന്റ് സാലറി ഓർ കമ്മീഷൻ പേയബിൾ. ഇപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള 5 ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാലും ക്യാപിറ്റൽ അക്കൗണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത്, പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ റെമ്യൂണറേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വർദ്ധിക്കും. ദെൻ അണ്ടർലൈൻ ചെയ്യാത്ത പോയിന്റുകളാണ് ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 3 ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറവാണ് രേഖപ്പെടുത്തേണ്ടി വരിക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. All transactions relating to the partners are recorded in this account. Since there are 2 or more partners, transactions relating to partners should be recorded in their respective capital account. ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. എന്നാൽ ഇവിടെ ഒന്നിലധികം പാർട്ണേഴ്സ് വരും. ഇപ്പോൾ ഓരോ പാർട്ണേഴ്സും കൊണ്ടുവരുന്ന ക്യാപിറ്റൽ പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തണം.
അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും സാലറി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും ആർക്കാണോ സാലറി കൊടുക്കാനുള്ളത് അത് ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കണം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നമ്മൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് തയ്യാറാക്കിയത്. കാരണം അവിടെ പ്രൊപ്പറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓണർ ആയിട്ട് ഒരാൾ മാത്രമാണ് വരുന്നത്. പാർട്ണർഷിപ്പ് ഫേമിൽ 2 മുതൽ കുറെ അധികം പാർട്ണേഴ്സ് വരും. ഓരോരുത്തർക്കും പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ പ്രധാനമായിട്ടും 2 മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് മെത്തേഡിന് പറയുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതിൽ ഒന്നാമത്തെ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു പാർട്ണർക്ക് 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം. ഒന്നാമത്തെ അക്കൗണ്ടിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ടിന്റെ പേര് കറന്റ് അക്കൗണ്ട്. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് ഓൺലി 1 അക്കൗണ്ട്. ഇറ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനുകളിൽ എല്ലാ ട്രാൻസാക്ഷൻസും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. നേരത്തെ പറഞ്ഞ ചില ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലും മറ്റ് ട്രാൻസാക്ഷൻസ് കറന്റ് അക്കൗണ്ടിലും രേഖപ്പെടുത്തുമ്പോൾ അതിന് പറയുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഇതിൽ ഓരോ മെത്തേഡിലും വരുന്ന അക്കൗണ്ടുകളെ കുറിച്ചും അതിന്റെ ഫോർമാറ്റുകളും നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണർക്കും 2 അക്കൗണ്ട് ഉണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സുനിൽസ് കറന്റ് അക്കൗണ്ട്. ഇപ്പൊ സുനിൽ എന്ന് പറയുന്ന ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അയാൾക്ക് 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 കറന്റ് അക്കൗണ്ട്. പാർട്ണേഴ്സ് ഏത് പാർട്ണേഴ്സിന്റെ അക്കൗണ്ട് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പാർട്ണേഴ്സിന്റെ പേര് കൂടി അതിനോട് കൂടെ ചേർത്ത് വായിക്കണം. ഇപ്പൊ രണ്ടാമത്തെ പാർട്ണർ ഷമീർ ആണെങ്കിൽ ഷമീറിനും 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. ഒന്ന് ഷമീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 ഷമീർസ് കറന്റ് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തണം, കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആർ ഷോൺ ഇൻ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ടും. അതിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് ആദ്യം ബാലൻസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം, ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. മറ്റ് ട്രാൻസാക്ഷൻസുകളൊക്കെ രേഖപ്പെടുത്തേണ്ടത് കറന്റ് അക്കൗണ്ടിലാണ്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് പരിചയപ്പെടാം. നേരത്തെ തുടങ്ങിയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. പിന്നെ വരുന്ന ഐറ്റമാണ് ക്യാഷ് ഓർ ബാങ്ക്. നേരത്തെ ഉള്ള ക്യാപിറ്റലിന് പുറമെ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും. ക്യാപിറ്റൽ അക്കൗണ്ട് കൂടണമെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇനി വരുന്നത് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് മീൻസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദ പാർട്ണർ. ഈ ട്രാൻസാക്ഷൻസ് മാത്രമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ആ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യും. ഇതാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ദെൻ രണ്ടാമത്തെ അക്കൗണ്ടാണ് പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഷെയർ ഓഫ് ലോസ് എക്സെട്ര ആർ റെക്കോർഡഡ് ഇൻ പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്താത്ത മറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും രേഖപ്പെടുത്തേണ്ടത് പാർട്ണറുടെ കറന്റ് അക്കൗണ്ടിലാണ്. കറന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ആദ്യം എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെയാണ് കറന്റ് അക്കൗണ്ടും. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ആദ്യം ബാലൻസ് എഴുതി
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ് പാർട്ണർക്ക് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാണ്. ദെൻ സാലറി, ബിസിനസ് പാർട്ണർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് സാലറി. ദെൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷനും ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ വരുന്നതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ എഴുതിയിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോമാണ് എഴുതിയിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും. അങ്ങനെ ബ്രോഡ് ഡൗൺ ചെയ്ത് ആ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതാൻ കാരണം. ദെൻ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ് ഡ്രോയിങ്സ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഡ്രോയിങ്സ് നോർമൽ ഡ്രോയിങ്സ് ആണ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്. അത് ഡെബിറ്റ് ചെയ്യണം. അതിനോട് കൂടെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇനി വരുന്ന ഒരു ഐറ്റാണ് ഷെയർ ഓഫ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് 3 ഐറ്റാണ്: ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, ഷെയർ ഓഫ് ലോസ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ബാലൻസ് വരുന്ന ഡെബിറ്റ് സൈഡിലാണ്. ചില സാഹചര്യങ്ങൾ കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടുതൽ വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അത് അടുത്ത വർഷത്തേക്ക് നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്യണം. ഇങ്ങനെയാണ് പാർട്ണേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആസ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ എനി പാർട്ണർ റിമെയിൻസ് ദ സെയിം unless additional capital is brought in or part of capital is withdrawn as per agreement. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ തയ്യാറാക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഈക്വൽ ആയിട്ട് വരും. അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ബ്രോട്ട് ഇൻ ഓർ ക്യാപിറ്റൽ ഈസ് വിഡ്രോൺ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന വർഷം ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഡിഫറൻസ് വരും. ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്ന വർഷവും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിൽ ഡിഫറൻസ് വരും. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഈക്വൽ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം മറ്റെല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല. ഏത് അക്കൗണ്ടിലാണ്? കറണ്ട് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. Then second method ആണ് fluctuating capital method. Only one account is maintained, partners capital account. അപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. All the items affecting partners capital account is recorded, such as interest on capital, interest on drawings, salary, commission, share of profit, loss, etc. Balance in the capital accounts keeps on fluctuating year after year. അപ്പോൾ നേരത്തെ നമ്മൾ 2 അക്കൗണ്ടുകളിലായിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തേണ്ടത് ഒറ്റ അക്കൗണ്ടിലാണ്. ആ അക്കൗണ്ടിന്റെ പേരാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ വർഷവും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുള്ള പേര് കൊടുത്തത്. ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കാം. ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ക്രെഡിറ്റ് ചെയ്യണം, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. നേരത്തെ 2 അക്കൗണ്ടുകളിലായി ക്രെഡിറ്റ് ചെയ്ത എല്ലാ ഐറ്റങ്ങളും ഇവിടെ നമ്മൾ ഒറ്റ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് 2 തരം ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിലും നോർമൽ ഡ്രോയിങ്സ് ആണെങ്കിലും ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യണം. ദെൻ ഷെയർ ഓഫ് ലോസ് ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ സാഹചര്യമാക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്തു. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് കൂടുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയേണ്ട സാഹചര്യങ്ങളാണ്. അതെല്ലാം ഡെബിറ്റ് ചെയ്ത് അവസാനം നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് കിട്ടും. അത് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും. ഇങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്.
Since the capital balance of partners keeps on fluctuating from year to year, the method is known as fluctuating capital method. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു വർഷം ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിനിടയിൽ കുറേ ട്രാൻസാക്ഷൻസ് എല്ലാ വർഷവും വരും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി, ഏത് മാത്രം, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ഞാൻ പ്രസന്റ് ചെയ്തത് അക്കൗണ്ടുകളുടെ ഫോർമാറ്റ് ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ രണ്ട് അക്കൗണ്ടുകളുടെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ഒറ്റ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഒരൊറ്റ അക്കൗണ്ടിൽ രേഖപ്പെടുത്തും, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ ട്രാൻസാക്ഷൻസും രണ്ട് അക്കൗണ്ടുകളിലായിട്ട് രേഖപ്പെടുത്തും, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് കറണ്ട് അക്കൗണ്ടും. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.